പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. പ്രിയ മക്കളെ, 7കളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് 1 മുതൽ 22 വരെയുള്ള അധ്യായത്തിൽ 7 ഏഴുകളെ കുറിച്ച് യോഹന്നാൻ വിവരിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-3 അധ്യായങ്ങൾ നോക്കുമ്പോൾ 7 സഭകളും, 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ 7 മുദ്രകൾ കാണാൻ സാധിക്കുന്നുണ്ട്. 8-ാം അധ്യായം 2-ാം വാക്യം മുതൽ 11-ന്റെ 19 വരെ 7 കാഹളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 12-13 അധ്യായങ്ങളിൽ 7 മൂർത്തികൾ കാണാൻ സാധിക്കുന്നു. 16-ാം അധ്യായത്തിൽ 7 കലശങ്ങൾ, 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ 7 തീർപ്പുകൾ, 21-22 വാക്യങ്ങൾ 7 പുതിയത്. അങ്ങനെ 7 ഏഴുകളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ പുസ്തകത്തിൽ ഇന്ന് ഞാൻ വായിച്ചിരിക്കുന്ന വചനം, ഞാൻ സിംഹാസനത്തിൻ്റെ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. നോക്കൂ, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഈ സ്വർഗീയ ദർശനത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നതാണ് കുഞ്ഞാട്. യഹൂദ ഗോത്രത്തിലെ ശൃംഗത്തെ കാണുവാൻ തിരിഞ്ഞ യോഹന്നാൻ കണ്ടത് ഒരു കുഞ്ഞാടിനെയാണ്. പലരും വിവിധ രീതികളിൽ ഈ കുഞ്ഞാടിനെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29 യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനം 1:19 കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ 53:7 പറയുന്നുണ്ട്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും വായ തുറക്കാതെ ഇരുന്നു. യിരെമ്യാ പ്രവാചകൻ 11:19 ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. നോക്കൂ, യേശുക്രിസ്തു പ്രത്യേക സന്ദർഭങ്ങളിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മെ വീണ്ടെടുപ്പാനായി യേശു ക്രൂശിൽ രക്തം ചിന്തി, നോക്കൂ, കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെട്ടതിൻ്റെ ആ പാടുകൾ തൻ്റെ മേൽ കാണുന്നു. സ്വയം ഏൽപ്പിച്ചു കൊടുത്ത, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും വിജയവും ക്രൂശിലുള്ള തൻ്റെ മരണത്തിലുള്ള ആ അടിസ്ഥാനത്തിൽ സകലവും അടങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ 5-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് വ്യക്തമായി കാണാൻ സാധിക്കും. നോക്കൂ, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000-10,000-ഉം 1,000,000-ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്നു പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ള ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. നോക്കൂ പ്രിയ മക്കളെ, സകലവും ആ ക്രൂശിലുള്ള തൻ്റെ മരണത്തിലുള്ള അടിസ്ഥാനത്തിൽ സകലവും അടങ്ങിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ഇതിൽ കൂടിയത് വേറെ ഒന്നില്ല. ഹല്ലേലൂയ.
നോക്കൂ, നാം വായിച്ച വാക്യത്തിൽ കുഞ്ഞാടിന് 7 കൊമ്പും 7 കണ്ണുകളും കാണുവാൻ കഴിയുന്നുണ്ട്. 7 കൊമ്പ് അവന്റെ സർവശക്തിയെയും ഭരണാധികാരികളുടെ അധികാരത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്. ആവർത്തന പുസ്തകം 33:17 കാണാം, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ, അവയാൽ അവൻ സകല ജാതികളെയും ഭൂസീമവാസികളെയും വെട്ടി ഓടിക്കും. ഒന്ന് രാജാക്കന്മാർ 22:11 സങ്കീർത്തനം 75:4 ഇവിടെ കാണുന്ന കൊമ്പ് കർത്താവിന്റെ സർവശക്തിയെ വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. കൊമ്പെന്ന് പറയുന്നത് അത് പ്രശസ്തിയുടെയും യശസ്സിന്റെയും പ്രതീകമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 89:17 കാണാം, നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. 112 സങ്കീർത്തനം 9 കാണുന്നു, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. 7 എന്ന സംഖ്യ നമുക്കറിയാം പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ 7 കൊമ്പ് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ശക്തിയെയും യശസ്സിനെയും സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മൾക്കറിയാം മറ്റു ജീവികളെ, അതായത് വന്യമൃഗങ്ങളെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കൊമ്പെടുത്ത് കൊണ്ടാണ് ഹല്ലേലൂയ കുത്തി ഓടിക്കുന്ന, കുത്തി കൊല്ലുന്നതൊക്കെ കാണാം. കൊമ്പെന്ന് പറയുന്നേ അധികാരത്തെ, ഹല്ലേലൂയ, അതിൻ്റെ ശക്തിയൊക്കെ കാണിക്കുന്നതാണ്. പ്രിയമക്കളെ, 7 ദൈവാത്മാക്കളായ 7 കണ്ണുകൾ, 7 ദൈവാത്മാക്കൾ എന്ന് പറയുന്നത് ദൈവസിംഹാസനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് എരിയുന്ന അഗ്നിക്ക് തുല്യമാണ്. അതിൽ പാപത്തിനെതിരെയുള്ള ന്യായവിധിയും ദൈവത്തിന്റെ വിശുദ്ധിയും കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:4 യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യോഹന്നാൻ സുവിശേഷം 16:8 പറയുന്നുണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രിയ മക്കളെ, 7 ദൈവാത്മാക്കൾ, ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ 7 കണ്ണുകൾ സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളുടെ കണ്ണ്. അതായത് കണ്ണെന്ന് പറയുന്നത് ദർശനത്തിന്റെയും ഹല്ലേലൂയ ജ്ഞാനത്തിന്റെയും പ്രതീകമാണ്. ഹല്ലേലൂയ. സക്രിയ പ്രവാചകൻ അത് പറയുന്നുണ്ട് 4:10, ഈ കണ്ണ് സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണാണ്. ഹല്ലേലൂയ. ഈ കണ്ണ് എത്താത്ത ഒരിടവുമില്ല. പ്രിയ മക്കളെ, അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും കാണുന്ന ഒരുവൻ, ഹല്ലേലൂയ, ഉണ്ടെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നാം വിചാരിക്കും നാം മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്ന്. അല്ല, ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കണ്ണ് സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണാണ്. ഹല്ലേലൂയ. 1ഉം 2ഉം അല്ല പ്രിയ മക്കളെ, ഹല്ലേലൂയ, 7 കണ്ണുകൾ ദർശിക്കുന്നുണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹല്ലേലൂയ ഒരു ചിന്തയുണ്ടായിരിക്കണം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാണുന്ന ഒരുവനുണ്ടെന്ന്, നമ്മെ ദർശിക്കുന്ന ഒരുവനുണ്ടെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. യോഹന്നാൻ കണ്ട ആ ദർശനത്തിൽ, പ്രിയ മക്കളെ, നാമും ആ ദർശനത്തിൽ ഹല്ലേലൂയ ഉൾപ്പെട്ട് ഹല്ലേലൂയ നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്? ഈ 7 കണ്ണ്, ഈ 7 കൊമ്പ്, 7 ആത്മാക്കൾ എന്താണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ മനസ്സിലാക്കുന്ന ഞങ്ങളുടെ അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവിന്റെ നാമം മഹത്വമായി തീരത്തക്കോണമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ഈ 7കളെ കുറിച്ച് ഹല്ലേലൂയ നല്ലൊരു ബോധമുണ്ടാകുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരെയും സമ്പൂർണമായി സമർപ്പിക്കുന്നു. വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ ആത്മീയ വർധനവിന് കാരണമാക്കണം. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.